എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഹാകാളി ഹീലിംഗ് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് ഹീലിങ്ങിന് വരുന്നുണ്ട് പല പല പ്രശ്നങ്ങളുമായിട്ട്. ദൈവയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സൊല്യൂഷൻ, ഒരു നല്ല മാറ്റത്തിലേക്ക് ആൾക്കാർക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളുടേതായ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടെങ്കിലും ഈ വീഡിയോ പിടിക്കാനായിട്ട് ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ, അതിന് മറുപടി കൊടുക്കുക, ഫോട്ടോ വെച്ചിട്ടുള്ള എനർജി ചെക്കിങ്, എല്ലാത്തിനും സമയം വേണമല്ലോ. അപ്പോൾ എല്ലാം കൂടി സമയക്കുറവുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ അതിനകത്ത് വന്നാൽ ഇതുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് പറയുകയാണ് നിങ്ങൾക്ക്. ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റാതിരുന്നാൽ തിരക്കൊണ്ടാണ്. പരമാവധി ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഹീൽ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ഡോക്ടറുടെ ഹീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം നേരത്തെ എൻ്റെ അടുത്ത് വന്ന് ഹീൽ ചെയ്തിട്ടുള്ള ആളാണ്, അനുഭവസ്ഥനാണ്, അനുഭവം കിട്ടിയ ആളാണ്. ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പുള്ളിക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുകൾ വന്ന് അങ്ങനെ പുള്ളിയുടേതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തു. അമ്പലങ്ങളിൽ പോയി, ദൈവഭക്തനാണ്, വീട്ടിൽ പൂജയും കാര്യങ്ങളുള്ളതാണ്, സ്വന്തമായിട്ട് ഒരു കുടുംബ ക്ഷേത്രമൊക്കെ പുള്ളിയുടെ കീഴിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്തു. പക്ഷേ പുള്ളിക്കാരന് ഇത് കൂടുതലല്ലാണ്ട് ഈ പ്രശ്നങ്ങൾ മാറാത്തൊരവസ്ഥ എത്തിയപ്പോൾ എന്നെ വിളിച്ചു കൊണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ നേരത്തെ പറയാഞ്ഞില്ലേ, നമുക്കിത് മാറ്റാമായിരുന്നല്ലോ. അതിൻ്റെ മഹാകാളി ഹീലിങ്ങിൽ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല, ഞാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. കാരണം എൻ്റേതായ രീതിയിൽ ഞാൻ ശ്രമിക്കണമല്ലോ. പക്ഷേ എനിക്ക് പറ്റണില്ല. തലവേദനയാണ്, ഭയങ്കര തലവേദനയാണെന്ന് പറയുന്നത്. ശരി, നമുക്കെന്നാൽ ഇരിക്കാമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് ഒരു 1.5 മണിക്കൂറോളം ഇരിക്കേണ്ട വന്നിട്ടാണ്. കാരണം ചെയ്തു വച്ചേക്കണ ആൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അയാൾ ചെയ്തേക്കണ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്കത് എടുത്തു മാറ്റാൻ പറ്റരുത്. അതേപോലത്തെ ഒരു കർമ്മം. അത് കൂടുതൽ വിവരങ്ങൾ ഞാൻ അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. കാരണം എല്ലാ വിവരങ്ങളും നമുക്കിവിടെ പരസ്യമാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നു. അപ്പോൾ ഇദ്ദേഹം എവിടെയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യുമെന്നെല്ലാം എല്ലാം അറിയുന്ന ഒരാളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ക്രിയയായിരുന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 1.5 മണിക്കൂറോളം ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു അത് മാറ്റാനായിട്ട്. സാധാരണ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ദേവിയുടെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇതത്ര സമയം കൊടുത്തു. അപ്പോൾ അത് റിലീസ് ചെയ്ത് മാറ്റി കളഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഉള്ള തലവേദനയും ഈ ശരീരത്തിൻ്റെ പിടുത്തമൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ഇരുന്ന ഇരിപ്പിൽ തന്നെ മാറിയാണ്. അതാണ് അത്ഭുതം. സാധാരണ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മാറണത്. ഇത് അപ്പം തന്നെ മാറുകയാണ് ഇൻസ്റ്റൻ്റായിട്ട്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെ ഇത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് നമുക്കെല്ലാം കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര അമ്പലങ്ങളിലൊക്കെ പോയി ഇത്ര വഴിപാട് പോയി ചെയ്തിട്ട് മാറാണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? 2 ചോദ്യങ്ങളാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ എനിക്കതിനകത്ത് മറുപടി ഒന്നും പറയാനില്ല. കാരണം ദേവി ചെയ്യണതാണല്ലോ, നമ്മളല്ലല്ലോ. നമ്മളോട് സംഭവിക്കുന്നു, നമ്മൾ ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അത്ഭുതങ്ങൾ, ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ നമ്മുടെ മഹാകാളിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല. അനുഭവങ്ങളെല്ലാം പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ ഇതൊക്കെ ഉണ്ടാക്കി പറയണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് തന്നെ അറിയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ അനുഭവമുള്ളവർക്ക് അത് തോന്നില്ല, അത് വേറെ കാര്യം. എന്നാലും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പറയാനൊക്കെ ആൾക്കാർ എന്നോട് ആവശ്യപ്പെടാറുണ്ട്, അനുഭവങ്ങൾ പറയണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിതൊരു കച്ചവടമൊന്നുമല്ല, ദേവി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യം എന്തായിരുന്നു, അമ്പലങ്ങളിൽ പോയിട്ട് എന്തുകൊണ്ട് മാറിയില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥ ഞാൻ പറഞ്ഞത്. അതായത് ഈ ബാധകൾ ശക്തമായിട്ടുള്ള ദേവീയ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അതേപോലത്തെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള അമ്പലങ്ങൾ ചെല്ലുമ്പോൾ ഈ ബാധകൾ നമ്മുടെ പെടലിക്ക് എവിടെ ഇരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും താഴത്തോട്ട്. അതായത് നമ്മളിങ്ങനെ ഒരു ബൈക്കിൻ്റെ പുറകിൽ ഒരാളെ ഇരുത്തി കൊണ്ടുപോകണ പോലെയാണ്. ആ ബൈക്ക് അവിടെ എത്തുമ്പോൾ ചാടി അങ്ങ് ഇറങ്ങും. അപ്പോൾ ബൈക്ക് നമ്മൾ മാത്രമേ ഉള്ളിലോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളും നമ്മുടെ സോളും മാത്രമേ ഉള്ളിലോട്ട് പോകുള്ളൂ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറയാം, നീ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അമ്പലത്തിൻ്റെ ഏത് ഗേറ്റിൽ ഇറങ്ങിയാലും അവിടെ ആൾ പറഞ്ഞു വരും. അതാണ് രസം. ഇതിലേ കയറിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബാധയില്ല.
അപ്പോൾ നമ്മൾ എന്തെല്ലാം വഴിപാട് ചെയ്ത് കഴിഞ്ഞാലും ബാധ ഉണ്ടെങ്കിലേ ദേവിക്ക് നമ്മൾ സഹായിക്കാൻ പറ്റും. അപ്പം ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് അവിടെ പുള്ളി പോയ ക്ഷേത്രം അത് നിങ്ങൾക്ക് അറിയണ ഒരു വലിയ ക്ഷേത്രം തന്നെയാണ്, ഞാൻ പറയണില്ല പേര്. അപ്പോൾ ആ ദേവിയായിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ദേവി എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് തന്നെയാണെന്ന് അറിയാം. എൻ്റെ അടിയുറച്ച ഭക്തനാണ് പുള്ളി അദ്ദേഹം, പക്ഷെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുമ്പോൾ, എൻ്റെ മുന്നിൽ വരുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ബാധയില്ല. ബാധ ഗേറ്റിന് പുറകിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ മെസ്സേജ് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു മെസ്സേജ് ദേവി പറയണത്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര വണ്ടറായി, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ പറഞ്ഞു സംഭവിക്കും, അതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള അമ്പലങ്ങളിൽ പോയിട്ടും താങ്കൾക്ക് അത് മാറ്റാൻ പറ്റാണ്ടിരിക്കുന്നത്. അത് ദേവിയുടെ കുഴപ്പമില്ല, താങ്കളുടെ കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തുള്ള ചില അന്തർലീനമായ ചില വിഷയങ്ങളാണ്. അപ്പോൾ അത് പലപ്പോഴും പലർക്കും പറ്റുന്നതാണ്. നിങ്ങൾ പോയി ഉള്ള വഴിപാടും പൂജയും മുഴുവൻ ചെയ്യും, റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് ഇതുകൊണ്ടാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരാളുടെ എക്സ്പീരിയൻസാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.